നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും കയ്യിലെടുത്ത് വെച്ചേക്കാം. നാളെ അവനെയും കൂടെ കൊണ്ട് കാണിച്ചിട്ട് നോക്കാം എന്താണെന്ന്. ജിക്കി, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞത്. അയ്യോ, അച്ഛൻ വന്നു. ഞാൻ കട്ടില്ല, ഇത് പെട്ടെന്ന് ഒളിപ്പിച്ച് നോക്കണല്ലോ. എന്താ ഞാൻ ചോദിച്ചത് നിനക്കൊന്നും പറയാനില്ലേ? അത് ഞാൻ അച്ഛൻ വന്നോന്നറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു. ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്ന് നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ? പേടിയില്ലെന്നാര് പറഞ്ഞു? ഞാനെന്ന് അച്ഛൻ്റെ കൂടെ കിടക്കുന്നത്. ഞാൻ ദേ കിടന്നു. ഈ ചെക്കനെ കൊണ്ട്. ഗുഡ് നൈറ്റ് അച്ഛാ. ശരി, ഗുഡ് നൈറ്റ്. കിടന്നുറങ്ങിക്കോ. കെവിൻ, നീ റെഡി ആയില്ലേ? വാ, നമുക്ക് പോവാം. ഇതാരെ ഈ സമയത്ത് വന്നത്? അത് എന്താ, നീ ഞങ്ങളെയൊക്കെ മറന്നോ? മറന്നു കാണും. അതുകൊണ്ടല്ലേ ഇത്ര ദിവസമായിട്ട് നമ്മളെ പറ്റി തിരക്ക് പോലും ചെയ്തില്ലല്ലോ. അതങ്ങനെയല്ല, ഇച്ചിരി ബിസിനസിന്റെ ഇതൊക്കെ ആയിട്ട് തിരക്കായി പോയി, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാനിവിടെ വന്ന നിന്നെ കാണാനൊന്നും അല്ല, എന്റെ ടെവിനെ കാണാനാ. നീ എന്താണ് അങ്ങനെ നിൽക്കുന്നത്? വാ. ഇതിനെ ആരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇനി ടെവിന്റെ വല്ല റിലേറ്റീവ് ആണോ? അറിയില്ല. നീ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വാ. എത്ര ദിവസമായി കണ്ടിട്ട്? നീ ആകെ ഒന്ന് വളർന്നു പോയല്ലോ. എത്ര ദിവസമായി നീ വിളിച്ചിട്ട്? എന്താ, എന്നെ മറന്നോ? നിന്റെ അച്ഛനെ പോലെ തന്നെ നീ എന്നെ മറന്നോ? അമ്മ, ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം മറന്നല്ല, ബിസിനസിന്റെ തിരക്ക് കാരണം. ബിസിനസിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. നിന്റെ അച്ഛൻ ഇത് തന്നെയല്ലേ ചെയ്യലേ? ഇത്ര വർഷമായിട്ട് അങ്ങേരെ എന്നെ മറന്നില്ലല്ലോ. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്ക് ബിസിനസ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ ഓർമ്മ. ഓ, ഇതാണല്ലേ അപ്പൊ ടെവിൻ പറയാറുള്ള അവന്റെ അമ്മമ്മ. അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. പിന്നെ നീ പറയണ്ട, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങള്? സ്കൂളിലൊക്കെ പോയി തുടങ്ങിയില്ലേ? പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ? ആ, കിട്ടി അമ്മമ്മേ. വാട്ട്, അമ്മുമ്മയോ? നിനക്ക് എങ്ങനെ ഇത്ര സുന്ദരിയായ എന്റെ മുഖത്ത് നോക്കി അമ്മുമ്മയെന്ന് വിളിക്കാൻ പറ്റുന്നു? പിന്നെ അമ്മുമ്മേന്നല്ലാതെ എന്ത് വിളിക്കാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനെന്ത് പറയാനാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് എവിടെ നിന്ന് അങ്ങനെയുള്ള വാക്കൊക്കെ കിട്ടി? ഇനി മേലെ അങ്ങനെ വിളിച്ചോളൂ. കോൾ മീ ജീനു. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ ജീനു. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. എന്തൊക്കെയാലും ഞങ്ങൾ ഇറങ്ങുക. വാ മോനെ, നമുക്ക് പോവാം. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത്? ഞാനിവനെ സ്കൂളിലാക്കിയിട്ട് ഓഫീസിലോട്ട് പോകും. വേണമെങ്കിൽ നീ പോയിക്കോ, പക്ഷെ മോനെ വിടണ്ട. ഞാൻ ഇന്ന് രാത്രി തന്നെ പോകും. എനിക്ക് അവന്റെ കൂടെ ചേരാൻ ടൈം സ്പെൻഡ് ചെയ്യണം. എത്ര ദിവസമായി ഞാൻ അവനെന്ന് കണ്ടിട്ട്. പക്ഷെ അമ്മ, അവന്റെ ക്ലാസ്. ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവനാകെ ഒന്നിലല്ലേ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. അമ്മയടുത്ത് പറഞ്ഞു ജയിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ എന്തൊക്കെയാലും പോവാ. ടാറ്റ. മോ, ഫുഡ് കഴിച്ചായിരുന്നോ? ആ, കഴിച്ച ജീനു. എന്നാ ശരി, തൽക്കാലം നീ TV കണ്ടുകൊണ്ടിരിക്കും. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരുവാ, നീ നടക്ക്. ഷോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അവനെന്നെ കാത്തിരിപ്പുണ്ടാവും. ആ ഡോക്യുമെന്റ്സ് അവനെ കാണിക്കാനും പറ്റിയില്ല. കുഴപ്പമില്ല, നാളെ കാണിക്കാം. പക്ഷെ അവനെ കണ്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കില്ലേ? എന്തെങ്കിലും അറിയിക്കണോ? ഫോൺ വിളിച്ച് നോക്കിയാലോ? പക്ഷെ ഇപ്പൊ അമ്മയുടെ കയ്യിലാവില്ലേ? കാര്യം ഉണ്ടാവില്ല, അമ്മ ഓഫീസിലല്ലേ. ഇതേ സമയം സ്കൂളിൽ. കുറെ നേരമായല്ലോ ഞാൻ വന്നിട്ട്. ബെല്ലടിക്കാനും സമയം. അവനത് ഇത്ര നേരമായിട്ടും വരാത്ത. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിളിക്കാനും പറ്റത്തില്ല. വിളിച്ചു നോക്കിയാലോ? പക്ഷെ ഫോണിലല്ലോ എൻ്റെ കയ്യിൽ. ഒരു കാര്യം ചെയ്യാം, ടീച്ചറോട് ചോദിച്ചിട്ട് വിളിക്കാം. അതാ നല്ലത്. മിസ്സിന്റെ ഫോണൊന്ന് തരാമോ? എനിക്ക് അമ്മേനെ ഒന്ന് വിളിക്കണമായിരുന്നു. ബെല്ലടിക്കാൻ സമയമല്ലോ. എന്നിനിപ്പോ അമ്മേനെ വിളിച്ചിട്ട്? അത് പിന്നെ വീടിന്റെ കീ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അത് അമ്മയടുത്ത് പറയാനില്ലെങ്കിൽ അമ്മ തപ്പി നടക്കും. ഇപ്പൊ തരാം മിസ്, ഒന്ന് അത്യാവശ്യത്തിനല്ലേ. ശരി, എന്നാ പെട്ടെന്ന് വിളിച്ചിട്ട് താ. ഹലോ, ഇതാരാ വിളിക്കുന്നത്? എടാ, ഇത് ഞാനാ ടെവിൻ. നീ ഇത് ഏത് നമ്പറിൽ നിന്നാ വിളിച്ചത്? ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ മിസ്സിന്റെ ഫോണിൽ നിന്നാടാ വിളിക്കുന്നത്. നീ എന്താ ഇത്ര നേരമായിട്ടും വരാത്ത? എടാ, ഒന്നും പറയണ്ട. നിന്റെ അമ്മൂമ്മയും അപ്പൂപ്പനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ വരാൻ പറ്റാതിരുന്നത്. നിന്റെ അമ്മൂമ്മ പറഞ്ഞ് ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന്. ഞാൻ നിന്നോട് എങ്ങനെ ഇത് പറയുമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. നീ എന്തൊക്കെയാലും വിളിച്ചിട്ട് നന്നായി. അമ്മൂമ്മയും അപ്പൂപ്പനും വന്ന ഒരുപാട് ദിവസം അവരെ കണ്ടിട്ട്. നിനക്ക് വല്ലതും കിട്ടിയോ? ആ, എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ ഫോട്ടോയോ ഡോക്യുമെന്റോ എന്തൊക്കെയാണ്. എന്താണെന്ന് നാളെ സ്കൂളിൽ വന്നിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരാം. എന്നാ ശരിയടാ, ബെല്ലടിച്ച് ഞാൻ മിസ്സിന്റെ ഫോൺ തിരിച്ചു കൊടുക്കട്ടെ. നീ ആരോടാ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല ജീന, ചുമ്മാ. കൊച്ചുള്ളവർക്ക് ഫോൺ മേടിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ അവനെ പണ്ടേ പറഞ്ഞതാ. ഞാൻ പറഞ്ഞവനൊന്നും കേൾക്കില്ലല്ലോ. നീ ഇതെന്തോ, അവനെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലേ ഈ കുറ്റം പറിച്ചില്ല? അവൻ ഇല്ലാഞ്ഞിട്ട് ഇത് തീർന്നില്ലേ? കുറ്റം പറഞ്ഞല്ലേ, കാര്യം പറഞ്ഞതാ. ഞാൻ എന്ത് പറഞ്ഞാലും അത് അവന്റെ നല്ലതിന് വേണ്ടിയാ. ഞാൻ അവന്റെ അമ്മയാ. അത് രണ്ടുപേർക്കും മനസ്സിലാവത്തില്ലല്ലോ. ഇതേ സമയം ഓഫീസിൽ. സാറിന്ന് വരുന്നില്ലേ? കുറെ നേരമായല്ലോ. സാറ് വന്നില്ലെങ്കിൽ ഞാനെന്നിന് ഇത്ര സങ്കടം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇവളെന്താ അങ്ങനെ തന്നെ നിൽക്കുന്നത്? ഹലോ ജോവാന. എന്താ സാർ ഇപ്പൊ വന്നു? ഞാൻ എത്ര നേരം തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. താൻ എന്താ ആലോചിച്ചോണ്ടിരിക്കോ? ഐ എം സോറി സാർ. അത് പിന്നെ ഞാൻ എന്തോ പെട്ടെന്നറിയാതെ. സോറി. എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ ഇന്നലെ തന്നെ ഫയലൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. സാർ, എല്ലാം കംപ്ലീറ്റ് ആണ്. ഞാൻ സാറിന്റെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. തനിക്കെന്താടെ ഇവിടെ വന്നു കഴിഞ്ഞ് എപ്പോഴും പോണം എന്നുള്ള വിചാരമേ ഉള്ളൂ? എപ്പോഴും ഇതേ സെയിം ഡയലോഗ് തന്നെയാണല്ലോ പറയുന്നത്. മടുത്തില്ലേ? ഐ എം സോറി സാർ. സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ സാറ് വിളിയൊന്ന് മാറ്റാം. വേണമെങ്കിൽ എൻ്റെ പേര് വിളിച്ചോ, ഇല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിളിച്ചോ. അത് പിന്നെ സാർ, ഞാൻ എങ്ങനെയാ?
ഇപ്പോഴല്ലേ ഞാൻ തന്നോട് പറഞ്ഞത് എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന്, പിന്നെയും സാറ്. ഞാൻ എന്താ വിളിക്കുക? പേരൊക്കെ എങ്ങനെ ഞാൻ വിളിക്കുന്നത്? മോശമല്ലേ? എന്ത് മോശം? ഒരു മോശമില്ല. തൻ്റെ വായന സാറെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. ഓക്കെ ടേ. ഇത് മതി, ഇത് വിളിക്കുമ്പോഴാണ് ഒരു സുഖം. ഇനി എന്നെ താൻ ടേന്ന് തന്നെ വിളിച്ചാൽ മതി. ശരി, താൻ പോയിക്കോ. ഇപ്പോൾ ചെറുന്നിട്ട് മീറ്റിംഗ് ഇല്ലേ, അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യും. ഓക്കെ ടേ. ഓ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴൊരു സമാധാനം. ഈ സാറെന്തിനാ എന്നോട് പേരൊക്കെ വിളിക്കാൻ പറഞ്ഞ്? എന്തോ പോലെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ സാറിനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ടിം ടിം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം പൊട്ടിയാൻ. സാറിന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവരോട് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇതൊരിക്കലും ശരിയാകത്തില്ല. ഞാനൊരു കൊച്ചിൻ്റെ അമ്മ. അത് മറന്ന് ഞാനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മോന് വേണ്ടി. അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതൊരിക്കലും മറക്കാൻ പാടില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. നീ വന്നോ? ഞാൻ എത്ര നേരം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീന്ന് വരില്ല. എന്ത് ചെയ്യാനാ, നിന്റെ അമ്മൂമ്മ രാവിലെയാ പോയത്. അതാ ഞാൻ ലേറ്റ് ആയത്. അല്ല, ഇന്നലെ വിളിച്ചപ്പോൾ നിനക്കെന്തോ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? എന്താ നിനക്ക് കിട്ടിയത്? ഈ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ ദേ ഈ ഫോട്ടോയും. ഇതെന്ത് ഫോട്ടോയാ? ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇതേപോലത്തെ ഒരെണ്ണം ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഡോക്യുമെൻറ്റ്സിൽ എഴുതിയതും ഒന്നും മനസ്സിലായില്ല. പക്ഷേ നിന്റെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്. മുതിർന്ന ആഴത്തിനും ചോദിക്കുവാണെങ്കിൽ. പക്ഷെ നമ്മളിത് ആരടുത്താ ചോദിക്കുക? ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? അത്തരം പറയാതല്ല. ടീച്ചറിനോട് ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ പാരൻസിനെ വിളിച്ച് പറയത്തില്ലേ? നമ്മൾ ആരോട് ചോദിക്കും? എനിക്ക് വേറെ ആരെയും പരിചയമൊന്നുമില്ല ചോദിക്കാൻ. പിന്നെ എനിക്കൊരു അങ്കിളുണ്ട്. പക്ഷെ അങ്കിള് നാട്ടിലില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്കിളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്കൊരു അങ്കിൾ ഉണ്ടടാ. അങ്കിള് നാട്ടിലുണ്ട്. അങ്കിള് ഡോക്ടറാ. സോ അങ്കിളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടിട്ട് എന്തോ ഹോസ്പിറ്റൽ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. അങ്കിളുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അങ്കിൾ അമ്മയടുത്ത് വല്ലതും പറയുവാണെങ്കിൽ എന്ത് ചെയ്യും? അങ്കിൾ ഒരിക്കലും ചതിക്കത്തില്ല. ഞാൻ അങ്കിളോട് എന്തൊക്കെ പറഞ്ഞാലും അമ്മയടുത്ത് പറയില്ലെന്ന് പറഞ്ഞ് അങ്കിൾ അതൊരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്കിളെ വിശ്വസിക്കാൻ പറയത്തില്ല. അപ്പം നമുക്കിന്ന് നിന്റെ അങ്കിളെ കാണാൻ പോകണോ? ഇപ്പം പറ്റത്തില്ലടാ. ഇപ്പം അങ്കിൾ ഇവിടെ ഇല്ല. അങ്കിൾ നാട്ടിലാ. 2 ദിവസമൊക്കെ കഴിയും വരെ. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പത്തേക്കും വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് തപ്പ. ഇന്ന് നീയാണോ എൻ്റെ വീട്ടിൽ പോകുന്നത്, അതോ ഞാനും പോകണോ? ഇന്നലെ ഞാനല്ലായിരുന്നു. അതുകൊണ്ട് നീ പോയിക്കോ നിന്റെ വീട്ടിൽ. കാരണം ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും അച്ഛനെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നീ പറഞ്ഞ ശരിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറിക്കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ? നമുക്കവരെ ഒന്നിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. അല്ലടാ, നമ്മുടെ അങ്കിൾമാരോട് തന്നെ നമുക്ക് ചോദിച്ചാൽ പോരെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം. കാരണം അവർക്കറിയാമല്ലോ എല്ലാം. അത് ശരിയാണല്ലോ. ആദ്യം തന്നെ ചെയ്താൽ പോയി. നമ്മളെന്തിനാ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്? നമ്മളൊന്നും മണ്ടന്മാരാ. എൻ്റെ കയ്യിൽ അങ്കിളുടെ നമ്പർ ഇല്ല. നിന്റെ അങ്കിളുടെ നമ്പർ ഉണ്ടോ? എന്നാൽ ചോദിക്കാം. അപ്പം തന്നെ ഇതിലുണ്ട് ഒരു അങ്കിളുടെ നമ്പർ. വാ, നമുക്ക് വിളിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്നാൽ ശരി, പെട്ടെന്ന് വിളിക്കാം. നമുക്ക് നോക്കാം. ഇപ്പം തന്നെ ഒരു കാര്യത്തിൽ തീരുമാനമാവും. ഹലോ അങ്കിൾ, ഞാനാ ജുക്കിയ. ജുക്കിയോ? അതാരാ? ജുക്കിയല്ല അങ്കിൾ, ടെവിൻ. ഓ, മാറി ഞാൻ എൻ്റെ സ്വന്തം പേര് വരെ മറന്നുപോയല്ലോ. നിന്റെ ശബ്ദം തന്നെ മാറിപ്പോയല്ലോടാ. എത്ര ദിവസമായി നീ വിളിച്ചിട്ട്? എന്താ കാര്യം? അത് പിന്നെ അങ്കിൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അച്ഛനോട് പറയരുത്. ഞാൻ വിളിച്ചെന്നും അച്ഛൻ അറിയാൻ പാടില്ല. അപ്പം എന്തോ സീരിയസ് കാര്യമാണല്ലോ. എന്താ പ്രശ്നമല്ലോ ഉണ്ടോ? അത് ഞാനൊരു സീരിയസ് കാര്യം അറിയാൻ വേണ്ടി അങ്കിൾ വിളിച്ച. അങ്കിൾക്ക് എൻ്റെ അമ്മ ഏതാണെന്നറിയാം. ഇപ്പൊ എന്താടാ അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുന്നത്? എന്ത് പറ്റി? എന്തിനും പ്രശ്നമുണ്ടോ? ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ അമ്മേനെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത്? നീ നിന്റെ അമ്മേനെ കണ്ടെന്നോ? ഇത് മാത്രം ഞാൻ വിശ്വസിക്കത്തില്ല. നീ ചുമ്മാ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പറയുവാണ്. ഞാൻ വിശ്വസിക്കത്തില്ല നീ പറയുന്നത്. അവൻ്റെ അച്ഛന് പോലും അറിയത്തില്ല അവൻ്റെ അമ്മയാരെന്ന്. പിന്നെയല്ലേ അവൻ കണ്ടെന്ന് പറയുന്നത്. എന്നിട്ടേ ഞാൻ ആ ചെക്കനോട് പറഞ്ഞു ഈ പരിപാടിക്കൊന്നും നിൽക്കണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അവന് കേൾക്കത്തില്ലല്ലോ. ഇപ്പൊ കണ്ടോ കൊച്ചു ചോദിക്കുന്നു. ആരും അവനെ പറ്റിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്തൊക്കെയാലും കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. അങ്കിൾ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എന്തോന്നും മിണ്ടാത്ത? ഹലോ, അവിടെ ഉണ്ടോ? ഹലോ ടെവിൻ, എന്താ കാര്യമെന്ന് നീ ഒന്ന് തെളിച്ചു പറയുമോ? നീ എവിടുന്ന് എങ്ങനെയാ നിന്റെ അമ്മേനെ കണ്ടത്? അത് പിന്നെ അങ്കിൾ, ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയ അന്ന് ജുക്കി അന്ന് തൊട്ട് ഇന്ന് വരെ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. ഞാൻ കേട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ യൂങ്കിക്ക് ഒരു ഷോക്കായിരുന്നു. അവൻ ഇച്ചേരം മിണ്ടാതിരുന്നു. അങ്കിൾ എന്താ ഞാൻ ചോദിച്ചാലൊന്നും പറയാത്തത്? എന്തിനാ എൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞ്? അവർക്ക് എന്താ ശരിക്കും സംഭവിച്ചത്? എന്തിനാ ഞാനും അവനെ അങ്ങനെ അകന്ന് നിൽക്കുന്നേ? ഒന്ന് പറ അങ്കിൾ. യൂങ്കി ഇപ്പൊ എന്ത് പറയാനാ? അവൻ എല്ലാം കേട്ടിട്ട് കിളി പോയി നിൽക്കുമായിരുന്നു. അത് പിന്നെ മോനെ, നിന്റെ അച്ഛനും അമ്മയും പിരിയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്ത് കാരണം പറയാനാ? എനിക്ക് തന്നെ അറിയത്തില്ല ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഞാനിതെന്ത് പറയും? ഇവനോട് പറയാൻ പറ്റുമോ? ഇവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ഇവനോട്.
അച്ഛനമ്മയും കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കട തുടങ്ങുന്നത്. ആ സമയത്ത് ഞാനും നിന്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നിന്റെ അച്ഛനും നിന്റെ അമ്മയെ കണ്ട അപ്പം തന്നെ വീണു. ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ അച്ഛൻ ഒരുപാട് പുറകെയാണെങ്കിൽ നിന്റെ അമ്മ വളഞ്ഞില്ല. എന്നിട്ട് നിന്റെ അച്ഛൻ നിന്റെ അമ്മേനെ ഒരു കണക്കിന് വളച്ചെടുത്തു. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് നിന്റെ അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അത് വീട്ടുകാരോട് പറയാൻ അവർക്ക് മടിയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമല്ലേ. അപ്പോൾ കൊച്ചു ജനിച്ചിട്ട് പറയാമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ നല്ല രീതിയിൽ തന്നെ പോയത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചിട്ട് അങ്ങ് കാണാതെ പോവുകയായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. നിന്റെ അച്ഛൻ ഒരുപാട് തടഞ്ഞെങ്കിലും നിന്റെ അമ്മേനെ കിട്ടിയില്ല. ഇന്നലെ കണ്ട സിനിമയുടെ കഥ അതേപോലെ തന്നെ അങ്ങ് പെട്ടെന്ന് ടെൻഷനിൽ പറഞ്ഞുവല്ലോ. ഇനി എന്ത് ചെയ്യും? പറയണോ? കള്ളമാണെന്നും വേണ്ട, ഇത് തന്നെ കിടക്കട്ടെ, പിന്നെ നോക്കാം എന്താന്ന് വെച്ചാൽ. അയ്യോ, ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? അപ്പൊ ഇനി ബാക്കി എന്ത് ഞാൻ എങ്ങനെ അറിയാതെ എന്തിനാ അമ്മ അവനെയും കൊണ്ടുപോയത്? ഇനി ഞാനിതെങ്ങനെ അറിയാം? അങ്കിൾക്ക് അറിയില്ലല്ലേ? ഒരു ഐഡിയ ഉണ്ട്. ജുക്കിയുടെ അങ്കിള് 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ വരും. അപ്പൊ അവന്റെ അങ്കിളോട് ചോദിച്ചു ബാക്കി കഥ അറിയാം. അപ്പൊ ശരി അങ്കിളെ, ഞാൻ പിന്നെ വിളിക്കാം. അങ്കിളെ, ഞാൻ ഈ വിളിച്ച കാര്യവും പറഞ്ഞ കാര്യവും ഒന്നും ദേവിയുടെ അച്ഛനോട് പറഞ്ഞേക്കല്ലേ. ഇത് നമ്മുടെ ഇടയുടെ സീക്രട്ട് ആയിരിക്കണം. ഓക്കെ ശരി, ഞാൻ പിന്നെ വിളിക്കാം. വെച്ചോ. ഹലോ ജുക്കി. വെച്ചവൻ. ഞാൻ അവനോട് കള്ളം പറഞ്ഞ് ശരിയാ. ഇനി വല്ല പണിയാവോ? ഇനി അവൻ ആ അങ്കിളോട് ചോദിച്ചിട്ട് വേറെ വല്ല കഥയായിക്കോ കേൾക്കുക. എന്നാലും എന്ത് പണിയാ ഇതൊക്കെ? എങ്ങനെ സംഭവിച്ചു? ഞാൻ നാട്ടിലോട്ട് വന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ ഈ കാര്യം ടിയോട് പറഞ്ഞാലോ? വേണ്ട, ശരിയാവത്തില്ല. അവൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം. അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം എന്ത് ചെയ്യും? വല്ല കള്ളത്തരമാണോ സത്യമാണോ എന്ന് പോലും അറിയത്തില്ലല്ലോ. എന്തൊക്കെയാലും ഞാൻ നാട്ടിലോട്ട് എന്നിട്ട് നോക്കാം. അതാ നല്ലത്. ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം.